വഖഫിൽ അമുസ്ലിങ്ങൾ ഇടപെടില്ല എന്ന് അമിത്ഷാ. അതാണ് മെട്രോ വാർത്തയുടെ ഒന്നാം പേജ് വാർത്ത. കൊടും ചതി എന്നാണ് ചന്ദ്രിക പറയുന്നത്. വഖഫിൽ കടും വെട്ട് ഭരണഘടനയെ വെല്ലുവിളിച്ചു എന്ന് വീക്ഷണം പറയുന്നു. ഒന്നിച്ചെതിർത്ത്, അതായത് പ്രതിപക്ഷ അംഗങ്ങൾ ഒന്നിച്ചെതിർത്തു എന്ന് സുപ്രഭാതം പറയുന്നു. അടിച്ചേൽപ്പിച്ച് കേന്ദ്രം എന്നാണ് മാധ്യമത്തിൻ്റെ ഒന്നാം പേജിലെ വാർത്തയും വലിയ തലക്കെട്ടും. വഖഫിന് വെട്ട് എന്ന് ദേശാഭിമാനിയും പ്രധാന തലക്കെട്ട് നൽകിയപ്പോൾ വഖഫ് ബിൽ ലോക്സഭ കടന്നു എന്നാണ് ദീപിക. അതായത് ഈ പത്രങ്ങളിലെല്ലാം ഒരു രാഷ്ട്രീയത്തിലൂടെയാണ് ഈ വാർത്തകളെ സമീപിച്ചിട്ടുള്ളത് എന്ന് വേണം കാണാൻ. സുപ്രഭാതവും മാധ്യമവും ഉൾപേജിൽ ബില്ലിനെതിരെ പ്രതിപക്ഷങ്ങളുടെയും അല്ലെങ്കിൽ മറ്റ് നേതാക്കളുടെയും ഒക്കെ സഭാ പ്രസംഗ ഭാഗങ്ങൾ ഉൾപേജിൽ നൽകിയിട്ടുണ്ട്. കേരളത്തിലെ മുസ്ലിം സമുദായ നേതാക്കളുടെ വിശദീകരണവും സുപ്രഭാതവും മാധ്യമവും അടക്കമുള്ള പത്രങ്ങൾ നൽകിയിട്ടുണ്ട്. ദേശാഭിമാനി ഒരു പടി കൂടി കടന്ന് രാഷ്ട്രീയമായി ബില്ലിനെ സമീപിച്ചിരിക്കുന്നു. ദേശാഭിമാനിയിലേക്ക് ആദ്യം പോകാം, മറ്റു പത്രങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ്. കാരണം അതൊരു പ്രാധാന്യത്തോടെ അവർ നൽകിയിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട്. മിണ്ടാതെ രാഹുലും പ്രിയങ്കയും, അതാണ് ദേശാഭിമാനിയുടെ ടൈറ്റിൽ ഹെഡായിട്ട് വരുന്നത്. ലോക്സഭയിൽ കടുത്ത എതിർപ്പ് ഉയർത്തി എന്ന് പറയുന്നുണ്ട്. മിണ്ടാതെ രാഹുലും പ്രിയങ്കയും എന്നുള്ള വാക്ക് അല്ലെങ്കിൽ വരി മറ്റ് പത്രങ്ങളിലൊന്നുമില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ദേശാഭിമാനി ആദ്യം എടുത്ത് സംസാരിക്കാൻ തീരുമാനിച്ചത്. ബിൽ ഇന്ന് രാജ്യസഭയിൽ വരുന്നു എന്നുള്ളത് കൂടി പറയുന്നുണ്ട്. അതുമാത്രമല്ല, സുരേഷ് ഗോപിയും കെ രാധാകൃഷ്ണനും കൂടി ഇന്നലെ സഭയിൽ വലിയ വാഗ്വാദം, വലിയ തർക്കം ഇന്നലെ ഉണ്ടായിരുന്നു. കെ രാധാകൃഷ്ണൻ എം പി, CPM-ൻ്റെ MP, അദ്ദേഹം സുരേഷ് ഗോപിയുടെ പേരെടുത്ത് പരാമർശിച്ചു എന്നുള്ളതുകൊണ്ട് സുരേഷ് ഗോപിക്ക് സംസാരിക്കാൻ, അല്ലെങ്കിൽ മന്ത്രിയാണ് അദ്ദേഹത്തിന് സഭയിൽ സംസാരിക്കാൻ ഇന്നലെ അവസരം കൊടുത്തു. അപ്പോൾ സ്വാഭാവികമായും സുരേഷ് ഗോപി കേരള നിയമസഭയിൽ പാസ്സാക്കിയ ഒരു പ്രമേയത്തെ വലിച്ച് അറബിക്കടലിൽ തള്ളുമെന്ന രൂപത്തിലുള്ള വലിയ പ്രഖ്യാപനം, വലിയ സിനിമാ സ്റ്റൈൽ പ്രസംഗമൊക്കെ നടത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല, ജോർജ് കുര്യനും ഹൈബി ഈഡൻ MPയും തമ്മിലുള്ളൊരു തർക്കവും ഇന്നലെ അതും മറ്റ് പത്രങ്ങൾ അതെല്ലാം വളരെ വിശദമായി നൽകിയിട്ടുണ്ട്. ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഈ ബില്ലിനെ സംബന്ധിച്ച് ലോക്സഭയിൽ MPമാരാണ് രണ്ടുപേരും. ഒരാൾ കേരളത്തിൽ നിന്നുള്ള MP കൂടിയാണ്. ഈ രണ്ടുപേരും ഈ സഭയിൽ സംസാരിച്ചില്ല, ഈ ബില്ലിനെ സംസാരിച്ചില്ല എന്നുള്ള വാർത്ത, എന്നുള്ള വരി ദേശാഭിമാനി മാത്രമാണ് വലുതായി നൽകിയിട്ടുള്ളത്, വലിയ വാർത്തയായി നൽകിയിട്ടുള്ളത്.